ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് മുരിങ്ങാക്കോൽ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മുരിങ്ങാക്കോൽ, ഒരു തക്കാളി, 2 പച്ചമുളക്. ഇനി കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിടുക. അതിലേക്ക് മുരിങ്ങാക്കോൽ, തക്കാളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന ടൈമിൽ നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായി അരമുറി തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം സവോള, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. ഇപ്പോൾ പരിപ്പും മുരിങ്ങാക്കോലും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങാക്കോൽ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടുക. അതിനായി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുത്ത് കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്ത് വറ്റൽമുളകൊന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.